നമ്മൾ പലപ്പോഴും പുറത്തുള്ള ലോകത്തോട് സംസാരിക്കുന്നതിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നവരാണ്. ആരോട് എന്തു പറയണം, എങ്ങനെ പറയണം, ആരും നമ്മളെ തെറ്റായി മനസ്സിലാക്കരുത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ആരും ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ടാകും. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം ഒരിക്കലും നിർത്തുന്നതല്ല. ചിലപ്പോൾ അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, ചിലപ്പോൾ നിങ്ങളെ അത് നിരുത്സാഹപ്പെടുത്തും, ചിലപ്പോൾ അത് നിങ്ങളെ ഭയപ്പെടുത്തും. ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട്. നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന ഈ ഉള്ളിലുള്ള ശബ്ദം അത് നേരിട്ട് നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്നതാണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അതൊരു ശരീരമോ ഒരു രൂപമോ അല്ല. അതൊരു ശുദ്ധമായ സാക്ഷിയാണ്. നിങ്ങളുടെ ജീവിതം മുഴുവനും കാണുന്ന, അനുഭവിക്കുന്ന ഒരു സാന്നിധ്യമാണത്. ആത്മാവിന് ചെവികളില്ല, പക്ഷെ അത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ്? നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ടാണ്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ടാണ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ കൊണ്ടാണ് ആത്മാവ് കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്, അതാണ് ആത്മാവിലേക്ക് പോകുന്നത്. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചാൽ, എനിക്ക് സാധിക്കില്ല, ഞാൻ ബലഹീനനാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കുമോ, ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകും. അത് ആത്മാവിൽ ഒരു അടയാളമുണ്ടാക്കും. പിന്നെ അത് നിങ്ങളുടെ ജീവിതമായിട്ട് മാറും. അതേസമയം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി നോക്ക്. എനിക്ക് കഴിയും, ഞാൻ ശക്തനാണ്, എന്തു വന്നാലും ഞാൻ തരണം ചെയ്യും. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് അത് കൃത്രിമം പോലെ തോന്നും. ആദ്യമൊക്കെ അതങ്ങനെ തോന്നും. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തിയാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്തു നിന്നാണ് വരുന്നതെന്നാണ്. പക്ഷെ സത്യത്തിൽ അതിൻ്റെ തുടക്കം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, അതാണ് നിങ്ങളുടെ പുറം ലോകവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി എന്നും ഭയത്തോടെയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭയം നിറഞ്ഞ സാഹചര്യങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാകുക. ഒരു വ്യക്തി ആത്മവിശ്വാസത്തോടെ ജീവിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കും. ഇതൊരു മാജിക്കല്ല, ഇത് ആത്മാവിൻ്റെ ഒരു സ്വഭാവമാണ്. ആത്മാവ് ഒരിക്കലും നമ്മളെ ശിക്ഷിക്കുന്നില്ല, പക്ഷേ അത് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെയാണ്, ആ വിശ്വസിക്കുന്നത് പോലെയാണ് നമ്മളെ വളർത്തുന്നത്. അതിനാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയുന്ന ഓരോ വാക്കും വളരെ പ്രധാനമാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഉള്ളിൽ ദിവസവും നടക്കുന്ന സംഭാഷണം എന്താണ്? എനിക്ക് പറ്റില്ല എന്നാണോ? എൻ്റെ ഭാഗ്യം മോശമാണ് എന്നാണോ? എല്ലാവരും എനിക്ക് എതിരാണ് എന്നാണോ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് അതിനെ സത്യമായും സ്വീകരിക്കും. നിങ്ങളെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. പക്ഷേ നിങ്ങളത് മാറ്റാൻ തുടങ്ങാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് മാറ്റാൻ തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ സംഭാഷണം നിങ്ങൾക്ക് ആരംഭിക്കാം. എൻ്റെ ജീവിതം മാറും, എനിക്ക് ദൈവിക ശക്തി ഉണ്ട്, ഞാൻ ഭയത്തെ അതിജീവിക്കും. ഇത് വെറും പോസിറ്റീവ് ചിന്ത മാത്രമല്ല, ഇത് ആത്മാവിനെ വീണ്ടും പ്രോഗ്രാം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ അത് ഉടനെ മരമായിട്ട് മാറില്ല, അതിന് സമയമെടുക്കും. അതേപോലെ തന്നെയാണ് ഈ പുതിയ വാക്കുകൾ, ഈ പുതിയ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ പതിയെ വളരാൻ തുടങ്ങും. പക്ഷേ അതിന് ക്ഷമ വേണം, ഒരു വിശ്വാസം വേണം. ഇവിടെയാണ് ധ്യാനത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. നിങ്ങൾ കുറച്ച് സമയം ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതുക്കെ നിശബ്ദമാകും. ആ ശബ്ദങ്ങളൊന്ന് കുറയാൻ തുടങ്ങും. ആ സമയത്ത് നിങ്ങളുടെ ആത്മാവിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പറയുന്ന വാക്കുകൾ വളരെ ശക്തമായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പല ഗുരുക്കന്മാരും പറഞ്ഞത്, ശാന്തതയിൽ ഇരിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക എന്ന്. നമ്മൾ എല്ലായ്പ്പോഴും പുറത്തേക്കാണ് നോക്കുന്നത്, പക്ഷേ സത്യം, നമ്മൾ തേടുന്ന സത്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും വഴി മാറില്ല. പക്ഷേ അതിന് ഒരു തടസ്സമുണ്ട്, അതാണ് മനസ്സ്. നമ്മുടെ മനസ്സൊരിക്കലും ശാന്തമായിട്ടിരിക്കില്ല.
അതെപ്പോഴും ചിന്തകളിൽ തിരക്കും തിരക്കും വിട്ടിരിക്കും. പഴയ ഓർമ്മകൾ, ഭാവിയെപ്പറ്റിയുള്ള ഭയം, ഇവയൊക്കെ ആയിരിക്കും ആ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾ അല്പം പരിശീലനം ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധ്യമാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ധ്യാനം നിങ്ങളെ സഹായിക്കുന്നത്. ദിവസവും 5 മിനിറ്റിൽ തുടങ്ങിയാൽ മതി. നിങ്ങൾ കണ്ണടച്ചിരിക്കുക, ശ്വാസം ശ്രദ്ധിക്കുക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഇരുന്നാൽ മാത്രം മതി. ആദ്യം ചിന്തകൾ വരും, അത് ഒന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അവയെ പിന്തുടരേണ്ട ആവശ്യമില്ല, വെറുതെ നോക്കുക മാത്രം ചെയ്താൽ മതി. പതുക്കെ ഒരു ശാന്തത നിങ്ങളുടെ ഉള്ളിൽ വരും, അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റും. ആ ശാന്തതയിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശബ്ദത്തെ സൃഷ്ടിക്കാം. ഞാൻ ശാന്തനാണ്, ഞാൻ ഭയരഹിതനാണ്, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. ഈ വാക്കുകൾ ആ ശാന്തതയിൽ ആത്മാവിലേക്കാണ് എത്തുന്നത്. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് ഒരു മതപരമായ കാര്യമല്ല, ഇത് ഒരു ആന്തരിക യാത്രയാണ്. നിങ്ങൾ ദൈവത്തെ പുറത്ത് തേടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. അവിടെ ഒരു ശാന്തമായ സാന്നിധ്യമുണ്ട്. അതുതന്നെയാണ് ആത്മാവ്, അതുതന്നെയാണ് ദൈവം. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്നില്ല, പക്ഷേ അവയെ കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. ഭയം കുറയും, ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളിനി സാഹചര്യങ്ങളുടെ അടിമയാകില്ല ഒരിക്കലും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാവായിട്ട് മാറുകയാണ്. ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, പക്ഷേ നിങ്ങൾ തുടർച്ചയായി ശ്രമിച്ചാൽ മാറ്റം ഉറപ്പാണ്. ഒരിക്കൽ നിങ്ങൾക്ക് തോന്നാം ഇതുകൊണ്ട് എന്ത് മാറ്റം വരും എന്ന്. പക്ഷേ ഓർമ്മിക്കേണ്ടത്, ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ് അവിടെ. ഇതാണ് ആത്മാവിൻ്റെ രഹസ്യം. നിങ്ങൾക്ക് തന്നെ നല്ലത് പറയേ. ആത്മാവ് അത് കേൾക്കും, അത് വളർത്തിക്കൊണ്ട് തരും. പിന്നെ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറും. അതുകൊണ്ട് ഇന്നു മുതൽ ശ്രദ്ധയോടെ സംസാരിക്കുക, പ്രത്യേകിച്ച് നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ. കാരണം ലോകം നിങ്ങളോട് എന്ത് പറഞ്ഞാലും അതിനേക്കാൾ ശക്തമായത് നിങ്ങളോട് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ ഇതെല്ലാം ശുദ്ധമാക്കണം ആദ്യം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം പതുക്കെ പ്രകാശത്തിലേക്ക് പോകും. അവസാനമായി ഞാൻ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു സാന്നിധ്യമുണ്ട്. അത് എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. അത് നിങ്ങളെ കേൾക്കുന്നുണ്ട്, അത് നിങ്ങളെ വഴി കാട്ടുന്നുണ്ട്. നിങ്ങളതിനെ വിശ്വസിക്കണം, അതിനോട് സംസാരിക്കണം, അതിനെ അനുഭവിക്കാൻ ശ്രമിക്കണം. അത് ധ്യാനത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് മാറും. ശാന്തതയിലേക്കും ശക്തിയിലേക്കും സത്യത്തിലേക്കും അത് നിങ്ങളെ വഴിതിരിച്ചു കൊണ്ടുവരും. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ലോകത്തോട് എന്ത് സംസാരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു എന്നതാണ്. കാരണം ലോകം നിങ്ങളെ ഒരിക്കൽ സംശയിക്കും, മറ്റുള്ളവർ നിങ്ങളെ ഒരിക്കൽ താഴ്ത്തും, സാഹചര്യങ്ങൾ നിങ്ങളെ പരീക്ഷിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്നെത്തുന്ന ശബ്ദം മാത്രം നിങ്ങളെ ഉയർത്താനും തകർക്കാനും കഴിയും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണത്തെ നിങ്ങൾ മാറ്റണം. നിങ്ങളോട് ഇങ്ങനെ പറയണം, എനിക്ക് കഴിയും, ഞാൻ ബലവാനാണ്, എൻ്റെ ഉള്ളിൽ ഒരു ദൈവിക ശക്തി ഉണ്ട്. ഇത് ചെറിയ വാക്കുകളല്ല, ഇവയാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ശക്തി. അതാണ് ആത്മാവിൻ്റെ വാക്കുകൾ. ഒരിക്കലും മറക്കരുത്, നിങ്ങളെ ഒരിക്കലും ഒറ്റയാളല്ല എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു സാന്നിധ്യമുണ്ട്. അതെല്ലായ്പ്പോഴും നിങ്ങളെ കേൾക്കുന്നുണ്ട്, അത് നിങ്ങളെ വഴി കാട്ടുന്നുണ്ട്. ആ സാന്നിധ്യമാണ് ആത്മാവ്. ആ ആത്മാവാണ് ദൈവം. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം ശാന്തതയിലേക്ക് മാറും, ഭയത്തിൽ നിന്ന് ശക്തിയിലേക്ക് മാറും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് മാറും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. നിങ്ങളോട് നല്ലത് മാത്രം സംസാരിക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും കരുതാത്ത രീതിയിൽ മാറും. ധ്യാനം പരിശീലിക്കുക, നിങ്ങളും നല്ല ഒരു ധ്യാനിയായിട്ട് മാറുക. ജീവിതത്തിലെ ആനന്ദകരമായ അനുഭവങ്ങളെ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.